ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വിഷു വ്ളോഗാണ്. വിഷു എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയിരുന്നത് എന്താണ്? വിഷുക്കണി ഒരുക്കങ്ങളാണല്ലേ. അപ്പോൾ ആദ്യം വിഷുക്കണി ഒരുക്കങ്ങളുടെ ചെറിയ ക്ലിപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വിഷുക്കണി ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇവിടെ അരി വെക്കാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലൈക്ക് കുക്കുംബർ, പഴം, പിന്നെ അതുപോലെ ക്യാരറ്റ് വെക്കുന്നുണ്ട്, ടൊമാറ്റോ വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ എനിക്ക് വിഷു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. നിങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ നല്ലതായിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടെ വിഷുക്കണിക്ക് എന്തൊക്കെ സാമഗ്രികളാണ് വെക്കുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയണം ഫ്രണ്ട്സ്. അതിൽ പിന്നെ ബീൻസ് വെക്കുന്നുണ്ട്, പിന്നെ എന്താ മുരിങ്ങയ്ക്ക വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ പോകുന്നത് നല്ലതായിട്ട് ആഘോഷിച്ച് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ടൊമാറ്റോ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് വിഷു വ്ളോഗ് ഇടാൻ പറ്റിയില്ല, കാരണം വിഷു വ്ളോഗായിട്ട് ഞാൻ വലുതായിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതൊരു മുണ്ട് പോലെ വെക്കുന്നുണ്ട്. വിഷു വ്ളോഗ് പോലെ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വിഷുവിൻ്റെ എടുത്തിട്ട് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടെങ്കിൽ വീഡിയോ ഇട്ടതേ ഉള്ളൂ. സമയം കിട്ടിയില്ലായിരുന്നു, കാരണം ഞാൻ പിന്നെ പോകുന്ന വഴി പറയാം ഫ്രണ്ട്സ്. പിന്നെ അതാ നമ്മുടെ സ്വർണം വെക്കുന്നുണ്ട്. ഇതാണ് വിഷു ഒരുക്കങ്ങൾ. വിഷു കണി ഒരുക്കുന്നതിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിഷുക്കണി ഒരുക്കിയിട്ട് എവിടെ വെക്കുന്നത് കാണിച്ചിട്ട് ഞങ്ങൾ ഹാളിൽ തന്നെ വെക്കുന്നതാണ് വിഷുക്കണി. പിന്നെ അതിൻ്റെ വിളക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കർപ്പൂരമില്ല, സാമ്പ്രാണിത്തിരി വെക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണൻ്റെ രാധയുടെ ഒരു ഫോട്ടോയും വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വിഷുക്കണി എങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയണേ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വിഷുക്കണി കണ്ടത് കാണിച്ചു തരാം. ചെറിയ ചെറുതായിട്ട് ഞങ്ങൾ വിഷുക്കണി കണ്ടത്. പിന്നെ അതിന് സ്വർണ്ണങ്ങൾ വെച്ചിട്ടുണ്ട്, പിന്നെ പൈസ വെച്ചിട്ടുണ്ട്, നാണയം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിഷുക്കണി ഞാൻ രാവിലെ വെച്ച് താമസമാണ്. 7 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഇച്ചിരി രാവിലെ ആയിട്ടിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വിഷുക്കണി ഒരുക്കങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിഷുക്കണിയൊക്കെ കണ്ട് ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം കാണിച്ചു തരികയാണ്. പിന്നെ വിഷുക്കണി വ്ളോഗ്. ഇനി നേരെ ഡാൻസ്. അപ്പോൾ ഇന്ന് വിഷുവാണ്, എനിക്ക് ഡാൻസ് തുടങ്ങുന്നത്. കുച്ചിപ്പുടി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇച്ചിരി വഴിയെ പോകുന്ന വഴി പറഞ്ഞു തരാം, വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു കാരണം. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും ദക്ഷിണ കൊടുക്കുന്ന പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വിഷുവിൻ്റെ അന്ന് ഞങ്ങൾക്ക് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഭരതനാട്യം പഠിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പം ഞാൻ കൃഷ്ണൻ്റെ വിഗ്രഹം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്ര ഉള്ളപ്പം എൻ്റെ വിഷു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ പോകുന്നതെന്ന് പറയണം ഫ്രണ്ട്സ്. ഞാൻ ഇതുപോലെ ജസ്റ്റ് എൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ ആഡ് ചെയ്യും. വലിയ വിഷു വ്ളോഗായിട്ട് എടുക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. പിന്നെ എന്താ, ഞാൻ ചെറിയ 2 പോസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വിഷു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഡാൻസിന് രാവിലെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് വിഷു വ്ളോഗായിട്ട് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പാലട പായസം വെച്ചായിരുന്നു. പിന്നെ വിഷുവിന് പാലട പായസം വെച്ച് അതുപോലെ തന്നെ അടിപൊളി സദ്യയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ വിഷു ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിഷയം എങ്ങനെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണേ. ഇതാണ് പിന്നെ കുട്ടി വിഷു വ്ളോഗ്. ബൈ ബൈ.